നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ISLൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം മികച്ചയാണെന്ന്. എന്തായാലും ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതകളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം ISLൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് FSDL ആണ്. എന്തായാലും FSDL ISLൻ്റെ ആ ഒരു ഓർഗനൈസർ പദവിയിൽ നിന്ന് മാറാനുള്ള സാധ്യതകളുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇത് കാരണം ISL നല്ല പണി കിട്ടാനുള്ള സാധ്യതകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾ പഞ്ചാബ് FCയുടെ മാച്ച് എടുത്ത് നോക്കുക, അവരുടെ മാച്ച് പഞ്ചാബിൽ നടത്തിയാൽ മതി. പക്ഷേ പഞ്ചാബിൽ നല്ല ക്വാളിറ്റിയുള്ള ഫുട്ബോൾ സ്റ്റേഡിയങ്ങളില്ല, അതുകൊണ്ടാണ് അവർ ഡൽഹി വെച്ച് നടത്തുന്നത്. ഒരു മിനിമം ക്വാളിറ്റി FSDL ഉണ്ട്. സോ അവർ ആ ഒരു ക്വാളിറ്റി എവിടെയും കാണിച്ചിരിക്കുക. അവരുടെ ഓർഗനൈസ് ചെയ്യുന്ന എല്ലാ സംഭവം, അതായത് ISLുമായിട്ട് ബന്ധപ്പെട്ട് ഓർഗനൈസ് ചെയ്യുന്ന എല്ലാ സംഭവത്തിലും ആ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് സാമ്പത്തികമായിട്ട് ISL നടത്തുന്നതിലൂടെ, അതായത് ഓർഗനൈസ് ചെയ്യുന്നതിലൂടെ അത്ര നല്ല നേട്ടമല്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം അവർ പടിയിറങ്ങാനുള്ള സാധ്യതകളുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 15 വർഷത്തെ ഒരു കോൺട്രാക്റ്റാണ് AFമായി അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് അവർ ഡീല് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് തന്നെ അവർ പടിയിറങ്ങാനുള്ള സാധ്യതകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.